പിന്നെ വന്നാ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ല. എന്തായി? എന്ത് റീലിന്റെ കാര്യമാണോ? നടക്കല. എന്താ നാത്തു? നീ മുമ്പേ കണ്ടതല്ലായിരുന്നോ നിന്റെ ചേട്ടൻ വന്ന് ചാടിത്തുള്ളിട്ട് പോയത്? അതിനിപ്പോ നമ്മളൊന്നും ചെയ്തില്ലായിരുന്നല്ലോ, ചേട്ടൻ വെറുതെ കിടന്ന് ചാടിയതല്ലേ. ആണോ? എന്നിട്ട് നീ ഒരു അക്ഷരം മിണ്ടാതെ വാലും പൊക്കി പുറകെ പോകുന്നുണ്ടായിരുന്നല്ലോ. അയ്യോ, ഞാൻ പറഞ്ഞായിരുന്നു ചേട്ടാ അങ്ങനെ അല്ലെന്ന്. പക്ഷെ ചേട്ടന്റെ ബഹളത്തിന് ഇറങ്ങി ആരും കേട്ടില്ല. ഇനി അതുപോലത്തെ ബഹളം ഇവിടെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടാ വെറുതെ എവിടെയെങ്കിലും പോയി അടങ്ങിയിരുന്നു പോ. നാത്തു കഷ്ടമുണ്ട്, എന്റെ ഒരു ആഗ്രഹമല്ലേ. ഒരു കഷ്ടമില്ല. നാത്തു വിചാരിച്ച ഇത് സാധിച്ചു തരാൻ പറ്റും. നാത്തു വിചാരിച്ച സാധിച്ചു തരാൻ പറ്റും. എന്നെ കൊണ്ട് ചീത്ത കേൾപ്പിക്കാനോ? എടി ഉത്തോണം സമ്മതിക്കില്ല. ചേട്ടൻ പോകുന്ന സമയത്ത് ചെയ്യാം. ശിവേട്ടനും ഓക്കെയാ? ചേട്ടൻ വെളിയിൽ പോകുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ അച്ഛനും അമ്മയും എവിടെയുണ്ട്, പുറത്ത് തന്നെ സുമേഷ് ചെറുക്കനും ഇവിടെ ഉണ്ട്. ഇവരാര് കണ്ടു കഴിഞ്ഞാലും തലവേനയാവും. അപ്പൊ ഇവരെല്ലാരും പോയി കഴിഞ്ഞാൽ നാത്തു സമ്മതിക്കോ? അങ്ങനെയാണെങ്കിൽ ആലോചിക്കാം. ചിലപ്പോ പെട്ടെന്ന് തന്നെ ആലോചിക്കണം നാത്തു. 2 ആഴ്ച കൂടെ കഴിഞ്ഞ് ഞാൻ പ്രസവിക്കത്തില്ലേ? അമ്മ എന്തി? ലളിതേ, അതെ പെട്ടെന്ന് റെഡിയാവും. പീതാമ്പന്റെ വീടിലൊന്ന് പോണം. നിങ്ങൾ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട്? പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുതാ. അതിനിടയ്ക്ക് ചേട്ടൻ വിളിച്ച് അമ്മയെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിപ്പിച്ചു. എന്നാ പോയിട്ടോ. അയ്യോ, നിന്നെ കൂടെ കൊണ്ട് പോവാൻ അമ്മ പറഞ്ഞത്. ഞാനും വരണോ? നീ പെട്ടെന്ന് റെഡിയാവും. ഇപ്പഴാ പോയാ വെയിൽ ഇറങ്ങി മുമ്പ് തിരിച്ച് ചെത്താം. ഞാൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഉച്ചക്കത്തേക്കൊന്നും ആയില്ല. കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. പെട്ടെന്ന് റെഡിയാവ്. ഞാൻ പറഞ്ഞേ. 2 പക്ഷി ഔട്ട്. അവർ രണ്ടുപേരും പോവാ, നമ്മളൊന്നും ചെയ്യാതെ തന്നെ. അതുകൊണ്ട് ഇനിയേ അപ്പൊ ചേട്ടനെയും സുമേനയും കൂടെ അല്ലേ ഉള്ളൂ. സുമയുടെ കാര്യം നാത്തു സെറ്റാക്ക്. ചേട്ടന്റെ കാര്യം ഞാൻ ശിവേട്ടൻ വഴി മൂവ് ചെയ്യാം. ഒന്ന് പോടി അവിടുന്ന്. നാത്തു 2 ആഴ്ച കഷ്ടവാ. അതന്നെ എനിക്ക് പറയാനുള്ള കഷ്ടമാണ്. ശക്കര നാത്തു അല്ലേ, കഷ്ടമുണ്ട് നാത്തു. ഇനി നല്ലോണം ഡാൻസ് കളിച്ചാൽ പിന്നെ 2 ആഴ്ച ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. ഇന്ന് തന്നെ പ്രസവിക്കാം. അതാ എളുപ്പമായില്ലേ, ഇന്ന് തന്നെ പ്രസവിക്കാം. സെറ്റാക്കേ, ഞാൻ ചേട്ടന്റെ കാര്യം സെറ്റാക്കിട്ട് വരാം. മതി കണക്ക് എഴുതിയത്, വാ എഴുന്നേക്ക്. കട്ടിൽ കിടന്നുറങ്ങളിയാ? ഉറങ്ങാന് അല്ല, കസേര ഇരുന്ന് ഉറങ്ങണ, കട്ടിൽ കിടന്നുറങ്ങാൻ. ഇവിടെ ആരും ഉറങ്ങി? അളി ഉറങ്ങല്ലായിരുന്നു? കണ്ണടച്ചിരുന്ന് ഉറക്കമാവോ? നമ്മ കണ്ണടച്ചിരിക്കുന്ന ഉറങ്ങാൻ വേണ്ടിയല്ലേ? ആര്? അല്ല, ഉറങ്ങാൻ വേണ്ടിയല്ലേ നമ്മളൊക്കെ കണ്ണടയ്ക്കണേ? ഞാൻ കണ്ണടയ്ക്കണോ ഉറങ്ങാൻ വേണ്ടി? ഞാൻ പ്രകൃതിയുടെ ശബ്ദങ്ങൾ ഇങ്ങനെ ആസ്വദിക്കായിരുന്നു. പ്രകൃതി ശബ്ദമൊക്കെ ഉണ്ടാക്കൂ? ശബ്ദങ്ങളെ ഉണ്ടാകൂ. അവിടെ മണ്ണിന്റെ ശബ്ദം, മരത്തിന്റെ ശബ്ദം, ഇലയക്കാനങ്ങൂലേ, പക്ഷികളുടെ ശബ്ദം, പക്ഷികളുടെ ശബ്ദം, പക്ഷി ഈച്ച പറക്കണ ശബ്ദം കണ്ട കേൾക്കാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്. അതാണ് പ്രകൃതിയുടെ ശബ്ദം. കൊതുവിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ട്, ഈച്ചരെ കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടോ അളി? പിന്നെ ഞാൻ വന്ന അതിനല്ല, അളിയ കടയിൽ എന്തോ പോണെന്നായിട്ട് ഉള്ളോ? ഇനി കടയിൽ പോണം. കടയിൽ പോണം. പിന്നെ എന്നാ ഒന്ന് പോയിട്ട് കളിയാ. എന്നാ പോയിട്ട് വരാണ്. നീ പറയുമ്പോ ഞാൻ എന്തിനു പോണത്? അങ്ങനെയല്ല, പിന്നെ എങ്ങനെ കണ്ണനെ ചെരുപ്പില്ല എന്ന് പറഞ്ഞോണ്ട് ഭയങ്കര ബഹളം. അപ്പൊ അളിയൻ പോവാണെങ്കിൽ ആ ചെരുപ്പടയിൽ അളിയന് പരിചയം ഉണ്ടല്ലോ, അപ്പൊ നന്നായിരിക്കും എന്നുള്ളതുകൊണ്ടാണ്. ഇല്ലേ, കാശില്ലേ? വാങ്ങിച്ചു കൊടുക്കാൻ കാശില്ലേ? അല്ല, അതിന്റെ അല്ല, അളിയന് പരിചയം ഉണ്ടല്ലോ അവിടെ. അപ്പൊ അളിയൻ കൊണ്ടുപോയാ നല്ല ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കും. അത് വൈകുന്നേരം വാങ്ങിക്കാം കേട്ടാ. വൈകുന്നേരം പോവാ. അയ്യോ അളിയ, വൈകുന്നേരം അല്ല അളിയ. അളിയ പിന്നെ ആമി കളർ പെൻസിൽ എന്നുകൊണ്ട് ഇവർ രണ്ടും കൂടെ ഭയങ്കര അടി. അപ്പൊ കളർ പെൻസിൽ ആമിക്ക് വാങ്ങിക്കണം. വാങ്ങിച്ചു കൊടുക്കാടാ. നീ എന്താ? അല്ല, ഇനി എന്തായാലും ഇറങ്ങി അളിയൊന്ന് പോയിട്ട് കളർ പെൻസിലൊക്കെ ഒന്ന് നോക്കി. എവിടെ ഇറങ്ങി? അല്ല, കടയിൽ. എടാ, വൈകുന്നേരം പോണുള്ളൂ ഞാൻ. നീ പോ അങ്ങോട്ട്. അളി അങ്ങനെയല്ല, അത് ചെറുക്കൻ കാലൊക്കെ ഇനി ചെരുപ്പില്ലാതെ ഇവിടേക്ക് ഇറങ്ങി വല്ല മുള്ളുമെല്ലാം കൊള്ളുകളിയാ. പിന്നെ ആമീരെ ചെരുപ്പും പൊട്ടിയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആമീരെ ചെരുപ്പും കൂടെ ഒന്ന് വാങ്ങിച്ചു കൊടുത്താ. നിന്റെ പ്രശ്നം എന്താണ്? അല്ല, പൈസ ഞാൻ തരാം. ഇങ്ങത്താ എന്തോന്നു പൈസ? പൈസ തരാന്ന് പറഞ്ഞില്ലേ? തരാന്ന് പറഞ്ഞു. അല്ല, ബാക്കി കൊണ്ടുവന്നാ പോരാ നിനക്ക്? അയ്യോ അളിയ, 500 സ്ലിപ്പർ വാങ്ങിച്ചാ മതി. 2 സ്ലിപ്പർ 100 രൂപയ്ക്ക്. നീ പൈസ അല്ല, ഇത് പൈസ ഇത് മതി. മതി, ഇതിലുള്ളത് മതിയാ? 100 രൂപയ്ക്കുള്ള സ്ലിപ്പർ മതി. അളിയ ഇറങ്ങാൻ വൈകുന്നേരം പോടാ. അളിയ പൈസ കിടന്നില്ല അളിയ, കടയിൽ പോവാ. അളിയ ഇറങ്ങളിയ, കൊച്ചിനെ കൊണ്ടുപോ. ആമിയും കൂടെ വിളിച്ചോ അളിയ.
അളിയ കൊണ്ടുപോ. ഞാൻ പൊക്കോളാം, നീ മാറങ്ങോട്ട്. അവന് നിനക്ക് ഭയങ്കര ധൃതിയാ. അയ്യോ അളിയ ചെരുപ്പ് നോക്കി വാങ്ങിക്കണം. കൊച്ചിന് കാലിട്ട് നോക്കിയിട്ട് അവര് നടത്തിച്ച് നോക്കണം കേട്ടോ. ചെരുപ്പ് നടത്തിച്ച് ഇങ്ങനെ നടത്തിച്ച് നോക്കിയിട്ട് കാല് പൊട്ടണ. ഞാൻ ഇതുവരെയും ചെരുപ്പ് ആർക്കും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല, ഞാൻ ചെരുപ്പ് ഇട്ടിട്ടുമില്ല. നീ പറഞ്ഞ ചെരുപ്പ് ഇങ്ങനെ നടത്ത് നോക്കിയിട്ടാണ് നമ്മൾ എടുക്കണത്. അങ്ങനെയല്ല പിന്നെ ഞാൻ നീ പറഞ്ഞു. മാറങ്ങോട്ട് പോ, അങ്ങോട്ട്. പയ്യ വന്നാ ചേട്ടാ അളിയ. പയ്യെ പറഞ്ഞു എളുപ്പം പറഞ്ഞു, ഞാൻ തീരുമാനിച്ചോളാം. അല്ല അങ്ങനെയല്ല, നാരങ്ങ വെള്ളം കുടിച്ചിട്ട് വന്നാൽ നാരങ്ങ വെള്ളം കുടിക്കാനുള്ള പൈസ ഉണ്ടല്ലോ അതില്. നാരങ്ങ വെള്ളം നീ ഇങ്ങോട്ട് നടന്നാണ് അവന് ഭ്രാന്ത്.